ചെറുമകളുടെ മകൻ. ആ ചെറുമകളുടെ മകൻ തന്നെ. ഞാനും ഒരു കാലത്ത് നന്നായിട്ട് മൃഗം വായിക്കുമായിരുന്നു. മരിക്കാൻ കിടന്നപ്പോ ഭാനുമതി എന്നോട് പറഞ്ഞു ഒന്ന് വായിക്കണമെന്ന്. എന്നിട്ട് അവൾ ഈ വായിക്കില്ല എന്നെ കൂടെ സത്യം ചെയ്യിച്ചു. പിന്നെ മരിക്കുന്നത് വരെ ഞാൻ വായിച്ചിട്ടില്ല. അവള് മരിച്ചതിന് ശേഷം പിന്നെ ഈ വീട്ടിൽ മൃദംഗത്തിന്റെ ഒച്ച കേൾക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. മോനെ, ഉറങ്ങിക്കിടന്ന ഈ വീടിനെ ഉണർത്തിയത് നീയാണ്. ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. എന്തിന്? അല്ല, കച്ചേരിക്ക് പോവാൻ. അവനെ ഈ പ്രോഗ്രാമിന് പോകുന്ന കാര്യം പറയായിരുന്നു. സിംഗപ്പൂരില്. സിംഗപ്പൂർ പ്രോഗ്രാമിലെ വായനയും ഇതുപോലെ നന്നാവും. സിംഗപ്പൂരിൽ മാത്രമല്ല, ലോകം മുഴുവൻ പ്രസിദ്ധനാകാൻ പോവുകയാണ്. അതാണല്ലോ എന്റെ ആഗ്രഹം. പ്രഭാകരന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറണമെന്നാണല്ലോ ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ അതങ്ങ് മറന്നുപോയി. മോളെ ശൈലജേ, കാപ്പി എടുക്കൂ. വേണ്ട, കാപ്പിയൊന്നും ഇപ്പൊ വേണ്ടായിരുന്നു എന്റെ മേന്നെ. എന്തായാലും അതല്ലല്ലോ അതിന്റെ ഒരു ശരി. പെണ്ണെങ്ങനെ കൊള്ളാമോ? എന്തിനു കൊള്ളാവുന്നു? പാട്ടിലെ വലിയ കേമിയാന്നാ കേട്ടത്. നോയിക്കോ. അവള് വലിയ കേമിയാണ്. എനിക്കെന്താ? എന്താ അമ്മയും മോനും കൂടെ ഒരു കുശുകുശുപ്പ്? ഏയ്, ഒന്നുമില്ല. അല്ല, ഇവൻ പറയുന്ന എന്തെന്ന് വെച്ചാ ശൈലജയുടെ പാട്ട് കേട്ടാൽ. അയ്യോ, അറിയാം, പാടാറില്ല. മോളെ, നിനക്ക് വല്ലതും പ്രഭാകരനോട് ചോദിക്കാറുണ്ടോ? എനിക്കൊന്നും പറയാനില്ല, എല്ലാം അച്ഛന്റെ ഇഷ്ടം. മോളെ, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ കഴിക്കത്തക്ക രീതിയിൽ ഉള്ള മധുര പലഹാരം തന്നെ നീ കൊണ്ടുവന്നു. മധുരം കഴിക്കാൻ പാടില്ലാത്ത അച്ഛൻ അഭിപ്രായം പറഞ്ഞാൽ എങ്ങനെയാ? കഴിക്കുന്നവരല്ലേ പറയേണ്ടത്. അവരോട് തന്നെ ചോദിക്കുന്നതാ നല്ലത്. എന്നാലേ നമുക്ക് മാറി അപ്പുറത്തോട്ടിരിക്കാം. അവർക്ക് തമ്മിൽ വല്ലതും ചോദിക്കാനോ പറയാനോ ഒക്കെ കാണുമായിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് പ്രഭാകരന് പറയാനൊന്നുമില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് അവന് ഒന്നും പറയാനുണ്ടാവില്ല. പണ്ട് മുതലേ അവന്റെ സ്വഭാവം അങ്ങനെയാ. എന്താ നമുക്ക് അപ്പുറത്തേക്ക് നീങ്ങാം. അവിടെ കുഞ്ഞിനെ പെണ്ണ് കെട്ടിക്കാതെ നല്ല ഒരു മുഹൂർത്തത്തിന് കല്യാണം നടത്തി താമസിയാതെ ഈ ബന്ധം അങ്ങ് ഉറപ്പിക്കാം. എന്താ? എല്ലാവർക്കും എന്റെ മകളെ ഇഷ്ടപ്പെട്ടതിൽ സന്തോഷം. ഒരു കല്യാണം എന്ന് പറയുമ്പോ ചില നാട്ടു നടപ്പൊക്കെ ഇല്ലേ, അതെല്ലാം എന്നെ പുറകോടെ നടക്കും. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്റെ പ്രഭാര, നീ ഒന്നും ഉണ്ടായിരിക്കും. ഒന്നല്ലെങ്കിലും പ്രായത്തെങ്കിലും മര്യാദ. നിന്റെ അച്ഛനല്ലേ? അച്ഛൻ മണ്ണാങ്കട്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതെന്റെ ജീവിത പ്രശ്നമാണ്. അത് താർക്കാൻ ശ്രമിച്ചാൽ ഒരുത്തരം ഞാൻ പറഞ്ഞില്ല. ചുമ്മാ ഇരിക്കട്ടാ. എടാ, എനിക്ക് വേറെ ഒരു മോനുണ്ട്. വേണമെങ്കിലേ ഇവനെ കൊണ്ട് ഞാൻ ആ പെണ്ണിനെ കെട്ടിക്കും. നീ കെട്ടുവോ? ആ കെട്ടും. ആ എന്നാ കെട്ടിച്ചോ. കെട്ടും. പക്ഷേ മൂത്തവൻ നിൽക്കുമ്പം ഇളയവനെ കൊണ്ട് എങ്ങനെ കെട്ടിക്കുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. അപ്പൊ നിന്റെ അച്ഛനും അമ്മയും ചട്ടാനും വേണ്ട മൃഗം കെട്ടി സൂചിച്ചിരിക്കണം അല്ലേ? എന്നാ ഞാൻ ചാകുന്നതിന് മുമ്പ് നിന്നെ കൊന്നിട്ട് വേണ്ട ഞാൻ പറയാം. അങ്ങോട്ട് കേറി അന്ന് മുറിച്ചു വെച്ചേ. ഒന്നര കൊല്ലത്തിനുള്ളിൽ ഒരു പേരക്കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ മാതാവിനോ പിതാവിനോ മരണം വരെ സംഭവിക്കാവുന്നതാണ്.
മനസ്സിലായി. നിങ്ങളെ എനിക്ക് വിശ്വാസം പോരാ. ഈ തൂക്കുകയറ് ശരിക്കും മുറിഞ്ഞില്ലെങ്കിൽ എന്റെ കാറ്റാ പോകുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങ, ഞാൻ മുറിച്ചോളാം. ഇങ്ങോട്ട് ഇറങ്ങ, ഇറങ്ങ. നിങ്ങൾ ചെന്നേ അവനെ ഇങ്ങോട്ട് വിളിച്ചേ. നിന്റെ അമ്മയോട് തോന്നി ചെയ്യാൻ പോകുന്നു. അയ്യോ പറയുന്നത് നിന്റെ അമ്മയോട് തോന്നി ചെയ്യാൻ പോകുന്നു. ഇറങ്ങി പോകുന്നുണ്ടോ? മുടിഞ്ഞവനെ അങ്ങോട്ട് ചെല്ലാൻ. എന്താ നീ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവള് തൂങ്ങി ചാവുന്നാ പറയുന്നേ. എടാ നീ അങ്ങോട്ട് നേരിട്ട് ചെല്ലടാ. ആ നേരാ നേരാ നേരാ. അതിനെ പൊന്നു പോലല്ലേ. വാ വേറെ ആരുമില്ലടാ. ഒന്ന് ചെന്നേ. ആ ചെല്ല്. സത്യമാണ് എന്റെ പൊന്നു മോനല്ലേ നീ കല്യാണം സമ്മതിച്ച മോന്. സത്യം. ആ സത്യം. വിളിക്ക്. ചെല്ല് ചെല്ലു മോനെ. അമ്മേ വേണ്ട, ഞാനിപ്പോ ചാവും. നീ കല്യാണത്തിന് സമ്മതിക്കും. നീ കല്യാണത്തിന് അമ്മേ നീ കല്യാണത്തിന് സമ്മതിക്കില്ലല്ലോ. വേണ്ട. എനിക്ക് സമ്മതമാണ്. അമ്മ എനിക്ക് ഉറക്കം വിളിക്കും. കല്യാണത്തിന് സമ്മതമാണ്. ഒരു വർഷം ഹനുമാനെ സേവിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. എന്നാൽ ഇത് മാത്രമല്ല, പുറരാജ്യങ്ങളിലും അതിഭയങ്കരനായ ഒരു മൃഗങ്ങൾ തന്നെ അറിയപ്പെടും. ഇതെന്താണ്? പഴത്തില് ചൂട്ടിപ്പോ കാല് തന്നെയതാ. ചവിട്ടിയപ്പോ അത് മനസ്സിലായി. ആദ്യം രാത്രി ഭാര്യ ഭർത്താവിനെ സ്വീകരിക്കുന്നത് പാല് കുളിപ്പിച്ചതാണോ? ആണെന്ന്. പിന്നെ കൈ പാലാണെന്ന് അറിയാറില്ലേ? അറിയാം. അപ്പൊ അറിഞ്ഞോണ്ടുള്ള പ്രവൃത്തിയാണല്ലേ. ആദ്യ രാത്രി ഇതാകുമ്പോ ഇനി അങ്ങോട്ട് എന്തായിരിക്കും? ഇങ്ങപ്പോ ഒരു കച്ചേരി ഉണ്ടാക്കാനെന്നും പറഞ്ഞ എന്റെ വായ അലുവായി കുത്തിക്കിട്ട് അങ്ങനെ പാല് തൂക്കിട്ടെ ഉറക്കല്ലേ ഒറ്റയിടത്തിന്. ഒറ്റ ഇടത് ഞാൻ ഉറക്കല്ലേ. കള്ളക്കളി എന്റെ അവര് തമ്മിൽ കള്ളെ കൊല്ലിന്നുള്ള പേരുദോഷം കേൾപ്പിക്കാതിരിക്കാനാ കല്യാണത്തിന് സമ്മതിച്ചത്. ഇങ്ങനൊക്കെ ആണെങ്കിൽ ആ പേര് നീ മേടിക്കും. അതിനിപ്പോ എന്തായാലും ഉണ്ടായിരുന്നു. എന്റെ ഈ കോലം കണ്ടില്ലേ? പുന്നാര മരുമോള് പാലഭിഷേകം നടത്തിയതാ. നീ അങ്ങോട്ട് മാറിക്ക. എന്താ മോളെ, എന്താ ഉണ്ടായത്? പഴുത്തുലി ചവിട്ടിയപ്പോ കാല് വീണതാ. ഇത്രേ ഉള്ളോ? എന്താ മോനെ, അറിയാതെ അവളുടെ കാലൊന്ന് തെന്നി. നീ അങ്ങ് ക്ഷമിക്ക്. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ ഇങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കി ആൾക്കാർ ചിരിക്കും. നീ എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത്. മാസം 15 ഇനി ബാക്കിയുള്ളൂ. കാലം കാത്തു നിൽക്കൂല. നിങ്ങളുടെ ഭരണം എന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. അതിലെനിക്കൊരു സംശയമില്ല. ആ മോളെ, നീ ഒന്നും വിചാരിക്കണ്ട. ചെല്ലേ മോളാത്തിയല്ലേ. അകത്തേക്ക് വരുന്നതേ കൊള്ളാം. തറയക്കട തുടങ്ങിക്കണം. പറഞ്ഞേക്കാം. എന്റെ പൊന്നു ഗുരുവായൂരപ്പ, നീ തന്നെ ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി താ. എന്തോന്ന് പരിഹാരം? കല്യാണം കഴിച്ചു കൊടുത്ത പ്രശ്നം തീരുമെന്നാ വിചാരിച്ചേ. ഇവിടെ പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ. രോഷിനി, എനിക്കൊരു ഫോൺ കോൾ ഉണ്ട്. ആരുടെയാ? ശബ്ദം കേട്ട് സ്ഥിരം കക്ഷി തന്നെയാണ് തോന്നുന്നു. ഇന്ന് ഞാൻ അവനോട് രണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. മറ്റു കാര്യം നീ ബഹളം വെക്കാതെ. നയത്തിൽ ആളാരാണെന്ന് മനസ്സിലാക്കണം. എന്തിനാ? നീ സന്തോഷത്തോടെ 4 വർത്തമാനം പറഞ്ഞിട്ട് നാളെ സൗകര്യമായിട്ടൊന്ന് കാണാൻ പറ്റുമോ, എവിടെ വരണം എന്ന് ചോദിക്കുക.
ഓഹോ ആ കുരങ്ങിന്റെ മുഖം ഞാൻ കാണണമെന്നാണ് നീ പറയുന്നത്. ചുമ്മാ ഇരി. എന്നാലല്ലേ അവൻ കണ്ട് കൊടുക്കാൻ പറ്റൂ. നാളെ തമ്മിൽ കാണാൻ പറ്റുമെന്നോ? റോഷിനി തന്നെയാണോ സംസാരിക്കുന്നത്? അതെ. എവിടെ മീറ്റ് ചെയ്യാമെന്ന? ബേബി ഹോസ്പിറ്റലിന്റെ പുറകിലുള്ള ഗ്രൗണ്ടിൽ വെച്ച്. അവിടെ വെച്ച് കാണാം. പക്ഷേ റോഷിനി എന്നെ എങ്ങനെ തിരിച്ചറിയും? ആ അതൊരു പ്രശ്നമാണല്ലോ. ഒരു കാര്യം ചെയ്യാം. നല്ല ചുവപ്പ് ഷർട്ടും വെള്ള പാന്റും ഇട്ട് വന്നാൽ മതി. ഞാൻ തിരിച്ചറിഞ്ഞോളാം. കൃത്യം 8:30 തന്നെ വരണം കേട്ടോ. നാളെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒരുമിച്ചാവും. പറ്റുമെങ്കിൽ ഒരു മോർണിംഗ് ഷോയ്ക്കും പോവാം. ഓക്കെ? ഓക്കെ. ഗുഡ് നൈറ്റ്. ബൈ ബൈ. സ്വീറ്റ് ഡ്രീംസ്. സെയിം ടു യു. ഇരിക്കുന്നു കക്ഷി. വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നുള്ളൂ. നിങ്ങളൊക്കെ എന്താ അവിടെ? ഓ ഒന്നും അറിയത്തില്ലല്ലേ? എന്തോന്ന്? ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച്, പറ്റുമെങ്കിൽ ഒരു മോർണിംഗ് ഷോ. എന്താ മറന്നു പോയോ? ഉരുളാതെന്റെ അജ്ഞാത കാമുക ഒത്തിരി ഫോൺ ചെയ്യുമല്ലോ? ഒത്തിരി ഒന്നുമില്ല, അങ്ങനെ അത്യാവശ്യം വിളിക്കാറുണ്ട്. നല്ല ഷർട്ട്. അയ്യടാ, പറഞ്ഞതുപോലെ നല്ല ചുവപ്പ് ഷർട്ടും വെള്ള പാന്റും. എന്താ എഴുതിയിരിക്കുന്നേ? സോക്കർ ടീം. ഇതുപോലുള്ള തെമ്മാടിത്തരം കാണിക്കരുതെന്ന് പറയാനായിട്ട് ഞാൻ പോക്കൃത്തരം കളിക്കോട്ടെ പിശാചേ. ഒരൊറ്റ കീറ് വെച്ചാണല്ലോ. കുറെ നേരമായി പോട്ടെ പോട്ടെ താനിക്കെട്ട് 2 എണ്ണം തരണമെന്ന് വെച്ചിട്ട് കുറെ നാളായി. കൊരങ്ങ എന്താ തന്റെ മനസ്സിലിപ്പ്? വലിയ സുന്ദരനാണെന്ന ഭാവം വേണ്ടോ? അതേടി, നിനക്കെന്താ സംശയം? നീ ആരടി? മാനത്തിന് പൊട്ടി വിടോ ഊർവശിയോ? എന്റെ സ്വഭാവം നിനക്കറിയാൻ പറ്റില്ല. അറിഞ്ഞ ഒരൊറ്റ ചവിട്ടിയെ വെച്ചാണല്ലോ. കുട്ടി തേവാങ്ക തന്റെ പല്ലടിച്ച് താഴെയിടും. കൂടി ശവം എവിടെ? എന്റെ സ്വഭാവം ശരിക്കറിയാൻ പറ്റില്ല. ശരിക്കും അറിഞ്ഞാൽ തന്നോട്ട് നേരത്തെ തേക്കാനത് വായിൽ പല്ലുണ്ടാവില്ല കേട്ടോ. പല്ലെടുക്കാൻ വാട ഇങ്ങോട്ട്. കുറെ നാളെ എന്നെ ശല്യം തുടങ്ങിയിട്ട്. ഡെയിലി ഹോസ്റ്റലിലേക്ക് ഫോൺ ചെയ്യാ, ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട്, ഗ്രൗണ്ടിൽ കണ്ട്, റോഡിൽ കണ്ട്. നോക്കണേ, എന്തിനാണ് ഞാൻ മോണ സ്ഥലത്തേക്ക് വന്ന് കുഞ്ഞു നോക്കി നിൽക്കണേ? നിന്റെ പുറകെ നടക്കുന്ന പറയാൻ മോന്ത കണ്ടാലും മതി. ഈ നമ്പിച്ചിട്ട് ഒറ്റ പോണായിരുന്നു. നിങ്ങളുടെയൊക്കെ വീട്ടിലില്ലേ പെണ്ണുങ്ങള് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്നാ നിന്റെ മോന്ത എന്നൊരു ശരിയാക്കും. കിടന്ന് കൊണ്ടോ ആലുവലതി. അയ്യോ തോന്നിയാ. സോറി, സ്വല്പം ലേറ്റ് ആയി പോയല്ലേ? രാത്രിയല്ലേ റോഷിനി പറഞ്ഞത്. ചുവപ്പ് ഷർട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു കട പോലും തുറന്നിട്ടില്ല. പിന്നെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് കട തുറപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട് വന്നതാ. അപ്പോ മനസ്സിലായില്ലേ? ഫോൺ, ബ്രേക്ക്ഫാസ്റ്റ്, മോർണിംഗ് ഷോ. സോറി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. അയാളാ ഇതിനൊക്കെ കാരണം. അയാളോ? കുറച്ചു നേരത്തെ ഇയാളാണെന്ന് പറഞ്ഞ് ഇയാളെ തല്ലി പഞ്ചറാക്കി. എന്താ ഇത്? ഇപ്പൊ പറയുന്നു ഇയാളല്ല അയാളാണെന്ന്. എന്താ ഇത്? ഞങ്ങളെ കുറഞ്ഞു കളിപ്പിക്കാം. എന്താ നിന്റെ തലയ്ക്കുള്ള സുഖമില്ലേ? നാണക്കാരെ ഇവളുടെ കാര്യത്തിൽ നമ്മൾ കയറി ഇടപെട്ടാലേ നമ്മുടെ ഭാര്യയും കുട്ടികളും പട്ടിണിയാവും. സോറി. അളിയാ, ഞായറാഴ്ച ആയതുകൊണ്ട് സ്റ്റുഡിയോ ഒഴിവായിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫറെ വീട്ടിൽ പോയി വിളിച്ചോണ്ട് വരികയായിരുന്നു. അതാ താമസം. സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഐ ആം സോറി. ഓടി ശവമേ. ഇതിനെല്ലാം കാരണക്കാരൻ അയാളാ. അടിക്കടാ, അടിക്കാൻ. ഈ കണ്ടീഷനിൽ നീ എവനെ അടിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങളൊക്കെ കൂടി അടിക്കും. ഞങ്ങളുടെ ടീമിന്റെ അഭിമാനമാണ്ടാ പോകുന്നത്. അടിക്കാൻ, അടിക്കടാ, അടിക്കാൻ.